നമ്മൾ നോക്കുമ്പോ ഈ ആര്യൻ ജിസേലിന്റെ പണിക്കാരനായി മാറി. നൺ ഓഫ് യുവർ ഇഷ്യൂ അല്ലേ? അല്ല അതെന്താ അവര് പണിയെടുക്കാതിരിക്കെ അത് ആര്യൻ വീക്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ ജിസേൽ സ്മാർട്ട് ആയതുകൊണ്ട് എന്തോ ആവാമല്ലോ, ഓർ അത് അവരുടെ ഗെയിം ആവാം. നമ്മളവിടെ ഹൗസ് മേറ്റ്സ് ആകുമ്പോൾ നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവും. വീണ്ടും ഈ കിടക്ക വിഷയവും പൊതുപ്പ് വിഷയവും ഡിസ്കസ് ചെയ്യപ്പെടുക, അതിനെപ്പറ്റി വീണ്ടും നിങ്ങൾ ഇരുന്ന് ഗോസിപ്പ് പറയുക. ഗോസിപ്പ് ഇൻഫാക്ട് ഐ ഷുഡ് കോൾ ഇറ്റ് ആസ് ഗോസിപ്പ്, അങ്ങനെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അവിടെ ഒരു ഒപ്പീനിയൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരൊരു ലവ് ട്രാക്ക് സ്ട്രാറ്റജി കളിക്കുന്നു. ഓക്കെ, അപ്പൊ അവരുടെ സ്ട്രാറ്റജി നമുക്ക് പൊളിക്കണം, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ അത് പൊളിക്കാൻ പോകുന്ന പറയുന്ന ഒന്നും ഒരു തെറ്റല്ല. പ്രോഗ്രസീവ് ആണെന്ന് ക്ലെയിം ചെയ്യുമ്പോൾ പ്രോഗ്രസീവ് സിറ്റുവേഷനിലും സൊസൈറ്റിയിലും നമ്മൾ വിട്ടുകളയേണ്ട, കണ്ടില്ല എന്ന് അടിക്കേണ്ട, ഇഗ്നോർ ചെയ്യപ്പെടേണ്ട കുറെ കാര്യങ്ങൾ. അത് നമ്മൾ ഇഗ്നോർ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നമ്മളൊരു ഈ മോഡേൺ സൊസൈറ്റിയിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളാന്ന് പറയാൻ പറ്റും. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എന്താ കാരണം വെച്ചാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഗെയിം വരുന്നില്ല. ആര്യനും ജിസേലും കഴിഞ്ഞ ഗെയിം വരാതിരിക്കുന്നത് നല്ലതല്ലേ? രണ്ടുപേര് വീക്കായി പോയി അപ്പൊ കോട്ടയെന്ന് വിചാരിച്ചു. അല്ല അത് തന്നെ, അപ്പൊ ഹൈലൈറ്റ് ആണല്ലോ, അവരെ കളയാൻ നോക്കണ്ടേ. അപ്പൊ ഇവര് പറഞ്ഞ പോലെ നമ്മളിപ്പോ ഇത് ഡിസ്കസ് ചെയ്തെങ്കിൽ ഓഡിയൻസ് നോക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ലവ് ട്രാക്കിൽ പിടിച്ചു ഓർക്കാണ്. അല്ല ഞാനൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. നമ്മുടെ സ്ട്രാറ്റജി ലവ് ട്രാക്ക് പൊളിക്കുക, കാരണം ഇവര് സേഫ് ഗെയിമേഴ്സ് ആണ്. ഇവിടെ സേഫ് കളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ പറഞ്ഞ പോലെ ജിസേലും ആര്യനും ലവ് ആണോ ഫ്രണ്ട് ആണോ എന്താണെന്ന് അറിയില്ല, ഇവൻ അവൾക്ക് വേണ്ടി പണി ചെയ്ത് കൊടുക്കുന്നു, ഇവൻ അവളെ കവർ ചെയ്യുന്നു, അവളെ സേഫ് ആക്കുന്നു. എക്സാക്ട്ലി, അതിപ്പോ പുറത്ത് പറയണ്ടേ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.